നമസ്കാരം, ഞാൻ ആതിര വിജി ആണ്. വെൽക്കം ടു മൈ ചാനൽ വിജി എഡ്യൂക്കേഷൻ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് PSC പരീക്ഷകളിലെല്ലാം തന്നെ ആവർത്തിക്കുന്ന ദേശീയ വരുമാനം എന്ന ടോപ്പിക്കാണ്. ദേശീയ വരുമാനവുമായി ബന്ധപ്പെട്ട് GDP, GNP, NNP തുടങ്ങിയ ടേംസും അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട കണക്കുകൾ ഇപ്പൊ PSC പരീക്ഷയിൽ ധാരാളം ചോദിച്ചു വരുന്നുണ്ട്. അതാണ് നമ്മൾ ഇത് ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ അതിലെ ഡെഫിനിഷൻസും എന്താണ് ഫിനാൻഷ്യൽ ഇയർ, ആ ഫിനാൻഷ്യൽ ഇയർ ഏതൊക്കെ ടേംസിലാണ് ഉപയോഗിക്കുന്നത്, അതുപോലെ തന്നെ ദേശീയ വരുമാനത്തിന്റെ ഹിസ്റ്ററി പാർട്ടാണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇൻട്രൊഡക്ഷൻ ക്ലാസ്സിൽ നോക്കുന്നത്. ഇനി നെക്സ്റ്റ് വരുന്ന ക്ലാസ്സിൽ അതുമായി ബന്ധപ്പെട്ട കണക്കുകളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതുകൊണ്ട് എല്ലാവരും മസ്റ്റ് ആയിട്ട് ഇത് കണ്ടിന്യൂസ് ചെയ്ത് കാണുക ഈ ക്ലാസ്. ഇതിലാദ്യമായി ദേശീയ വരുമാനം എന്നാൽ എന്ത്, അതിനു പകരമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ വരുമാനം കൊണ്ട് ആ ദേശീയ വരുമാനത്തിന്റെ ടോപ്പിക്കിൽ വരുന്ന കുറച്ച് ടേംസ് ഉണ്ട്. അതായത് സാമ്പത്തിക വർഷം, അതുപോലെ തന്നെ എന്താണ് GDP, GNP, അങ്ങനെയുള്ള ടേംസ് കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഡെഫിനിഷൻസ് ആണ് നമ്മൾ നോക്കുന്നത്. ഈ ഡെഫിനിഷൻസ് ആദ്യം പഠിച്ചാൽ മാത്രമേ ഈ തുടർന്ന് വരുന്നതിൽ ഓരോ ടേംസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇപ്പൊ GDP എന്ന് കൊടുത്താൽ അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, അതിന്റെ ഫുൾ ഫോം എന്താണ്, അതുപോലെ തന്നെ NNP, അതുപോലെ NFI എന്താണ്, അതൊക്കെ നമുക്ക് നോക്കേണ്ടതുണ്ട്. അതിന്റെ ഫുൾ ഫോം സഹിതം ഇപ്പൊ PSC ചോദിച്ചു വരുന്നുണ്ട്. ഇതെല്ലാം ഉണ്ടെങ്കിൽ നമുക്ക് കണക്ക് ചെയ്യാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ അതിന്റെ ടേംസ് ആദ്യം നമ്മൾ അറിഞ്ഞിരിക്കണം. എന്താണ് ഫിനാൻഷ്യൽ ഇയർ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഈ ഫിനാൻഷ്യൽ ഇയർ ഏത് വർഷം മുതലാണ് കണക്കാക്കി തുടങ്ങിയത്, അതിന്റെ ഹിസ്റ്ററി പാർട്ട് എന്താണ്, ഇതെല്ലാം തന്നെ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ നോക്കുന്നുണ്ട്. അതിൽ തന്നെ ആദ്യമായിട്ട് ഈ ദേശീയ വരുമാനം കണക്കാക്കുന്ന ഒരു പ്രത്യേക കാലയളവിലാണെന്ന് അറിയാമായിരിക്കുമല്ലോ. ഒരു വർഷത്തിൽ അല്ലെങ്കിൽ ഒരു വർഷത്തിൽ ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെയാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കുന്നത് രാജ്യത്ത്. അത് ഏത് വർഷം അടിസ്ഥാനമാക്കിയാണ് നമ്മൾ ദേശീയ വരുമാനം കണക്കാക്കി തുടങ്ങിയതെന്നാണ് ഇനി നോക്കാൻ പോകുന്നത്. അങ്ങനെ ഒരു ദേശീയ വരുമാനം കണക്കാക്കാൻ ഉദ്ദേശിക്കുന്ന അടിസ്ഥാന വർഷത്തെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത് ഫിനാൻഷ്യൽ ഇയർ അല്ലെങ്കിൽ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത്. അപ്പൊ സാമ്പത്തിക വർഷം എന്ന് ചോദിച്ചാൽ നാഷണൽ ഇൻകം കണക്കാക്കുന്നതിന് വേണ്ടി ഒരു രാജ്യത്തുള്ള അടിസ്ഥാന വർഷമായിട്ട് സങ്കല്പിക്കുന്ന വർഷത്തെയാണ് ഫിനാൻഷ്യൽ ഇയർ എന്ന് പറയുന്നത്. ഇത് ഓരോ രാജ്യങ്ങളിലും വ്യത്യസ്ത മാസങ്ങളായിരിക്കും. ഇന്ന ഡേറ്റ് മുതൽ ഇന്ന ഡേറ്റ് വരെ തുടങ്ങുന്ന ഒരു വ്യത്യസ്ത മാസങ്ങളിലായിരിക്കും ഓരോ രാജ്യങ്ങളും. അതുകൊണ്ട് തന്നെ വ്യത്യസ്ത രാജ്യങ്ങളിൽ വ്യത്യസ്ത ഡേറ്റുകളായിരിക്കും അവരുടെ ഫിനാൻഷ്യൽ ഇയർ ആയിട്ട് നമ്മൾ പറയുന്നത്. ഈ നമ്മുടെ ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ ഏതാണെന്ന് അറിയാമായിരിക്കുമല്ലോ. ഇപ്പോഴത്തെ ഫിനാൻഷ്യൽ ഇയർ ഏതെന്ന് ചോദിച്ചാൽ, ഇന്ത്യയുടെ നിലവിലത്തെ ഫിനാൻഷ്യൽ ഇയർ ഏതെന്ന് ചോദിച്ചാൽ എല്ലാവർക്കും അറിയാമായിരിക്കും. April 1 മുതൽ March 31 വരെ. അറിയാത്തവർ നോട്ട് ചെയ്തു. നിലവിൽ ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയർ അഥവാ സാമ്പത്തിക വർഷം എന്ന് പറയുന്നത് April 1 മുതൽ March 31 വരെയാണ്. ഇന്ത്യയുടെ സാമ്പത്തിക വർഷം April 1 മുതൽ March 31 വരെയാണെന്നാണല്ലോ പറഞ്ഞത്. എന്നാൽ ഇത് ആദ്യകാലങ്ങളിൽ ഈ ഡേറ്റ് അല്ലായിരുന്നു ഇന്ത്യ പിന്തുടർന്നിരുന്നത്. ആദ്യകാലങ്ങൾ എന്ന് പറയുന്നത് സ്വാതന്ത്ര്യത്തിന് മുൻപ് തന്നെ ദേശീയ വരുമാനം കണക്കാക്കി തുടങ്ങിയിരുന്നു. ഈ ദേശീയ വരുമാനത്തിൽ അന്ന് സാമ്പത്തിക വർഷമായിട്ട് എടുത്തിരുന്നത് എന്തായാലും ഈ April 1 March 31 അല്ല. അപ്പൊ ആ ഡേറ്റ് നമ്മൾ ഇനി പഠിക്കണം. ഏത് വർഷം മുതലാണ് April 1 ആക്കി തുടങ്ങിയതെന്നാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. 1867 മുൻപ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം കണക്കാക്കപ്പെട്ടിരുന്നത് May 1 മുതൽ April 30 വരെയാണ്. അപ്പൊ എന്ന് മുതലാണ് ഈ സാമ്പത്തിക വർഷം കണക്കാക്കപ്പെടുന്നത്? 1867 മുൻപ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷമായിട്ട് പറഞ്ഞിരുന്നത് ഏതാണ്? May 1 മുതൽ April 30 വരെയുള്ള കാലങ്ങളിലാണ് 1867 മുൻപ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷമായിരുന്നത്. 1867 ശേഷമാണ് ഇന്ത്യയുടെ സാമ്പത്തിക വർഷം April 1 മുതൽ March 31 വരെ ആക്കിയത്. അപ്പൊ നിലവിലെ ഇന്ത്യയുടെ സാമ്പത്തിക വർഷം April 1 മുതൽ March 31 വരെയാണ്. ഈ സാമ്പത്തിക വർഷമാക്കിയത് ഏത് വർഷം മുതലാണെന്ന് ചോദിച്ചാൽ അത് 1867 തൊട്ടാണ് ഇന്ത്യയിൽ സാമ്പത്തിക വർഷമായിട്ട് April 1 മുതൽ March 31 വരെയായിട്ട് കണക്കാക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ് ഏതായിരുന്നു? May 1 മുതൽ April 30 വരെയായിരുന്നു സാമ്പത്തിക വർഷമായിട്ട് ഇന്ത്യ അടിസ്ഥാനപ്പെടുത്തിയിരുന്നത്. സാമ്പത്തിക വർഷം April 1 തൊട്ട് March 31 വരെ ആയിരുന്നു. അതിനെ മാറ്റിയിട്ട് January 1 മുതൽ December 31 വരെ ആക്കുന്നതിന് വേണ്ടിയുള്ള ശുപാർശ കമ്മിറ്റികൾ ഓരോ ഗവൺമെന്റ് കാലത്തും ഉണ്ടായിട്ടുണ്ട്. ആ കമ്മിറ്റികളാണ് നമ്മൾ ഇനി നോക്കാൻ പോകുന്നത്. അതിൽ തന്നെ പ്രധാനമായിട്ട് വരുന്ന 3 കമ്മിറ്റികളാണുള്ളത്. ആദ്യത്തെ കമ്മിറ്റിയാണ് LK Jha കമ്മിറ്റി. 1984 വന്നത്. 1984 വന്ന LK Jha കമ്മിറ്റി. രണ്ടാമതായിട്ട് ശങ്കരാചാര്യ കമ്മിറ്റി, അത് വന്നത് 2016 2016 നിലവിൽ വന്ന ശങ്കരാചാര്യ കമ്മിറ്റിയും അതുപോലെ തന്നെ 2017 നിലവിൽ വന്ന ബിബേക് ഡിബ്രോയ് കമ്മിറ്റിയുമാണ് ഫിനാൻഷ്യൽ ഇയർ മാറ്റുന്നതിനെ കുറിച്ച് പഠിക്കുവാൻ വന്ന കമ്മിറ്റികൾ. ഏതൊക്കെ കമ്മിറ്റികളാണ് വന്നത്? LK Jha കമ്മിറ്റി 1984, ശങ്കരാചാര്യ കമ്മിറ്റി 2016, അതുപോലെ തന്നെ ലാസ്റ്റ് ആയിട്ട് വന്നത്
2017 വന്ന വിവേക് ഡിബ്രോയ് കമ്മിറ്റി. ലേറ്റസ്റ്റ് ആയിട്ട് വിവേക് ഡിബ്രോയ് ഇപ്പോൾ അന്തരിച്ചായിരുന്നു. കഴിഞ്ഞ വർഷം 2024 നവംബർ 1 വിവേക് ഡിബ്രോയ് അന്തരിച്ചത്. അതൊന്ന് ഓർത്തു വയ്ക്കുക. കറണ്ട് അഫയേഴ്സ് ആയിട്ട് ചിലപ്പോൾ ചോദിക്കാം. സാമ്പത്തിക ശാസ്ത്രജ്ഞൻ കൂടിയാണ് ഈ വിവേക് ഡിബ്രോയ്. അപ്പോൾ വിവേക് ഡിബ്രോയ് അന്തരിച്ചത് എന്നു ചോദിച്ചാൽ 2024 നവംബർ 1. അതും കൂടെ ഒന്ന് നോട്ട് ചെയ്യുക. 2024 നവംബർ 1 വിവേക് ഡിബ്രോയ് അന്തരിച്ചത്. ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് സാമ്പത്തിക വർഷം എന്നല്ലേ നമ്മൾ പറഞ്ഞത്. എന്നാൽ ഇന്ത്യയുടെ സാമ്പത്തിക വർഷവും RBIയുടെ സാമ്പത്തിക വർഷവും സെയിം ആയിരിക്കുമോ? അതായത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെ ആയിട്ടാണോ ഈ RBIയും സാമ്പത്തിക വർഷം കണക്കാക്കുന്നത് എന്ന ചോദ്യം എപ്പോഴും PSC ചോദിച്ചു വരാറുണ്ട്. നിലവിൽ RBI എന്ത് തന്നെയാണ്? നിലവിൽ RBI കണക്കാക്കുന്നത് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് അടിസ്ഥാന സാമ്പത്തിക വർഷമായിട്ട് കണക്കാക്കുന്നത്. എന്നാൽ ഈ RBI നിലവിൽ വന്നപ്പോൾ അടിസ്ഥാന വർഷമായി കണക്കാക്കിയിരുന്നത് ഈ ഒരു ഡേറ്റ് അല്ല. ആ ഡേറ്റിനെ കുറിച്ചാണ് നമുക്ക് പഠിക്കാൻ പോകുന്നത്. 1935 RBI നിലവിൽ വന്ന സമയത്ത് അത് അടിസ്ഥാന സാമ്പത്തിക വർഷമായിട്ട് എടുത്തിരുന്നത് RBI 1935-40 കാലയളവിൽ അടിസ്ഥാന വർഷം അല്ലെങ്കിൽ അടിസ്ഥാന ഡേറ്റ് ആയിട്ട് എടുത്തിരുന്നത് ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ആയിരുന്നു. ആ ഒരു 5 വർഷ കാലയളവിൽ എടുത്തിരുന്ന വർഷം, ആ സാമ്പത്തിക വർഷമാണ് ജാനുവരി 1 മുതൽ ഡിസംബർ 31. എന്നാൽ അത് 1940 ശേഷം ജൂലൈ 1 മുതൽ ജൂൺ 30 ആണ്. 1940 ശേഷം RBIയുടെ ലേറ്റസ്റ്റ് ആയിട്ടുള്ള സാമ്പത്തിക വർഷം ഏതെന്ന് ചോദിച്ചാൽ ജൂലൈ 1 മുതൽ ജൂൺ 30 ആണ്. ജൂലൈ 1 മുതൽ ജൂൺ 30 ആണ് RBIയുടെ സാമ്പത്തിക വർഷം. എന്നാൽ അത് 2021 പിന്നെ മാറ്റം സംഭവിക്കാനുണ്ടായത്. എന്നാണ് മാറ്റം സംഭവിച്ചത്? 2021 മുതൽ RBIയുടെ സാമ്പത്തിക വർഷവും ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഒരുപോലെ ആവുകയാണ് ചെയ്തത്. അപ്പോൾ നിലവിൽ RBIയുടെ സാമ്പത്തിക വർഷം ഏതായിരിക്കും? അതാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31. ഈ ഒരു കാര്യം നോട്ട് ചെയ്യുക. അതിനു മുൻപേ ഉള്ള, അതായത് 2021-2020 കാലയളവിലൊക്കെ PSCയിൽ ചോദിക്കുമായിരുന്നു RBIയുടെ സാമ്പത്തിക വർഷം ഏതാണ്, ഇന്ത്യയുടെ സാമ്പത്തിക വർഷം ഏതാണ്. കാരണം അത് രണ്ടും വ്യത്യസ്തമാണല്ലോ. നിലവിൽ ഇപ്പോഴും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. RBI ഏത് സാമ്പത്തിക വർഷം കണക്കാക്കിയാണ് പ്രവർത്തിക്കുന്നത് എന്ന് ചോദിച്ചാൽ അത് ഏത് തന്നെയാണ്? ഇന്ത്യയുടെ സാമ്പത്തിക വർഷം തന്നെയാണ്. അതാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയുള്ള കാര്യം എന്ന് ഓർത്തു വെക്കുക. അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞത് RBIയുടെ സാമ്പത്തിക വർഷം ഏതൊക്കെയാണ്? 1935 മുതൽ 40 വരെ RBIയുടെ സാമ്പത്തിക വർഷം ജാനുവരി 1 മുതൽ ഡിസംബർ 31 വരെ ആയിരുന്നു. എന്നാൽ 40 തൊട്ട് 2021 വരെ ജൂലൈ 1 മുതൽ ജൂൺ 30 വരെയാണ് RBIയുടെ സാമ്പത്തിക വർഷം. ലേറ്റസ്റ്റ് 2021 ശേഷമാണ്, അല്ലെങ്കിൽ 2021 ശേഷമാണ് ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 ആയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ RBIയുടെ ഫിനാൻഷ്യൽ ഇയറും ഇന്ത്യയുടെ ഫിനാൻഷ്യൽ ഇയറും ഏതെന്ന് ചോദിച്ചാൽ സെയിം തന്നെയാണ്. ഏതാണ്? ഏപ്രിൽ 1 മുതൽ മാർച്ച് 31 വരെയാണ് ഇപ്പോഴത്തെ നിലവിലെ സാമ്പത്തിക വർഷം. ഇന്ത്യയുടെ സാമ്പത്തിക വർഷത്തെ ബഡ്ജറ്റ് ഇയർ, ഫിസിക്കൽ ഇയർ, അക്കൗണ്ടിംഗ് ഇയർ, ഫിനാൻഷ്യൽ ഇയർ എന്നെല്ലാം തന്നെ നമുക്ക് വിളിക്കാൻ പറ്റും. അപ്പൊ ഇന്ത്യയുടെ സാമ്പത്തിക വർഷം അറിയപ്പെടുന്ന മറ്റു പേരുകളാണ് ബഡ്ജറ്റ് ഇയർ, ഫിസിക്കൽ ഇയർ, ഫിനാൻഷ്യൽ ഇയർ തുടങ്ങിയവ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻസ് ആണ്. എല്ലാവരും ശ്രദ്ധിക്കുക. നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്താണ്? ഈ ഒരു ഡെഫിനിഷനിൽ നിന്നാണ് നമ്മൾ ബാക്കിയുള്ള GDP എന്താണ്, GNP എന്താണ്, NNP എന്താണ് എല്ലാം പഠിക്കാൻ പോകുന്നത് ഈ ഒരു ഡെഫിനിഷൻസിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഡെഫിനിഷൻസ് ഓർത്തു വെക്കുക. കാരണം ഇതിൽ ഓരോ ടേംസ് മാറ്റിയ എന്താവുന്നു? ഇതിൽ ഓരോ ടേംസ് മാറ്റി അതായത് GDP, GNP അങ്ങനെ മാറി വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ഡെഫിനിഷൻസ് ആണ് ഓർത്തു വെക്കേണ്ട ഡെഫിനിഷൻ. നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്തെന്ന് ചോദിച്ചാൽ ഈ ഒരു ഡെഫിനിഷൻസ് ആണ് പറയാനുള്ളത്. ഏതാണെന്ന് നമുക്ക് നോക്കാം. ദേശീയ വരുമാനം അഥവാ നാഷണൽ ഇൻകം എന്തെന്നാൽ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യത്തെയാണ് എന്തെന്ന് പറയുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. ഓരോ ടേമായിട്ടും ഓർത്തു വെക്കുക. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമമായിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ടോട്ടലായ പണമൂല്യത്തെയാണ് ദേശീയ വരുമാനം എന്ന് പറയുക. ഇതിൽ ഓർത്തു വെക്കുന്ന ടേമാണ് ഒരു വർഷം. അതായത് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? സാധനങ്ങൾ, സേവനങ്ങൾ. ഈ സാധനങ്ങളും സേവനങ്ങളും ഉണ്ട്. കൂടാതെ തന്നെ അതെന്താണ്? അന്തിമ രൂപത്തിലാണ് അതിന്റെ പണമൂല്യം എടുക്കുന്നത്. അന്തിമ സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യമാണ് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അപ്പൊ ഓർത്തു വയ്ക്കുക, ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ
ആകെ പണമൂല്യം. ഇതിൽ ഇമ്പോർട്ടന്റ് ആയിട്ട് വരുന്നത് പണമൂല്യം. ഈ പണമൂല്യം എന്ന ടേംസ് ഓർത്ത് വയ്ക്കണം. അത് പരീക്ഷയ്ക്ക് ചോദിക്കുന്നുണ്ട്. ചിലപ്പോൾ ആകെ മൂല്യം അങ്ങനെയൊക്കെ ചോദിച്ചാൽ നമുക്ക് എഴുതാൻ പറ്റില്ല. പക്ഷെ അത് പണത്തിന്റെ മൂല്യത്തിലുള്ളതായെങ്കിൽ മാത്രമേ അത് നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനമായിട്ട് പറയുള്ളൂ. അപ്പൊ ദേശീയ വരുമാനത്തിൽ ഇൻക്ലൂഡ് ആയിരിക്കുന്ന ഏതായിരിക്കും? ഒരു വർഷത്തിലാണ് കണക്കാക്കാനുള്ളത്. ഒരു വർഷത്തിൽ കണക്കാക്കുന്ന ആ രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എന്തായിരിക്കും? ഒരു വർഷത്തിൽ കണക്കാക്കുന്ന ആ രാജ്യത്ത് തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമമായിട്ടുള്ള ഫിനിഷ്ഡ് പ്രോഡക്ട്സ് ആയിട്ടുള്ള സാധനങ്ങളാവട്ടെ സേവനങ്ങളാവട്ടെ ഇവയുടെ മൂല്യം എന്ത് രീതിയിൽ കാണണം? പണത്തിന്റെ മൂല്യത്തിലായിരിക്കണം. അങ്ങനെ കിട്ടുന്ന ആകെ പണമൂല്യത്തെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നാഷണൽ ഇൻകം അഥവാ ദേശീയ വരുമാനം എന്ന് പറയുക. ഈ ഒരു ഡെഫിനിഷൻ മറക്കരുത്. എല്ലാ PSC പരീക്ഷകൾക്കും ചോദിക്കുന്നുണ്ട്. അതാണ് ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യമാണ് ദേശീയ വരുമാനം എന്ന് പറയുന്നത്. നമുക്ക് ഈ ദേശീയ വരുമാനത്തെ GDP-യുമായി താരതമ്യപ്പെടുത്താൻ പറ്റും. GDP എന്താണെന്ന് ചോദിച്ചാൽ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്നാണ് അതിന്റെ ഫുൾ ഫോം ആയിട്ട് വരുന്നത്. അപ്പം നമുക്കിനി അടുത്ത് പഠിക്കാൻ പോകുന്നത് GDP എന്താണെന്നാണ്. നെക്സ്റ്റ് പഠിക്കാൻ പോകുന്നത് GDP. GDP-യുടെ ഫുൾ ഫോം തന്നെ എന്താണ്? ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. GDP-യുടെ ഫുൾ ഫോം ആണ് ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. പരീക്ഷയ്ക്ക് മലയാളത്തിലുള്ള ചോദിക്കാം. ഇതിന്റെ മലയാളം വേർഡെന്ന് വെച്ചാൽ ഗ്രോസിന്റെ മലയാളം എന്താണ്? മൊത്ത. അപ്പം മൊത്ത. ഡൊമസ്റ്റിക് ആഭ്യന്തരം. പ്രോഡക്റ്റ് എന്ന് വെച്ചാൽ ഉൽപ്പന്നം. ഇപ്പൊ GDP-യുടെ മലയാളം ഏതെന്ന് വെച്ചാൽ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് ചോദിച്ചാലും അത് എന്ത് തന്നെയാണ്? GDP. ഓർത്ത് വയ്ക്കുക. GDP-യുടെ ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഈ പേരിൽ തന്നെ നമുക്ക് മനസ്സിലാവും എന്താണ്? മൊത്തത്തിലുള്ള ആഭ്യന്തരമായിട്ടുള്ള ഉൽപ്പന്നത്തെയാണ് GDP എന്ന് പറയുന്നത്. GDP അഥവാ ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ആഭ്യന്തര തലത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതിനെയാണ് GDP കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ഡെഫിനിഷൻ ആയിട്ട് നമുക്ക് എന്ത് എഴുതാം? ഞാൻ നേരത്തെ പറഞ്ഞു ദേശീയ വരുമാനത്തിന്റെ ഡെഫിനിഷൻസിൽ കുറച്ച് മാറ്റം വരുത്തിയാൽ എന്താവും? GDP ആവും, GNP ആവും, NNP ആവും. അതൊക്കെയാണ് നമ്മൾ നോക്കുന്നത്. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് വെച്ചാൽ ഇന്ത്യയിൽ തന്നെ ആഭ്യന്തരപരമായി ഉൽപ്പാദിപ്പിക്കുന്ന വസ്തുക്കളുടെ പണമൂല്യമായിരിക്കുമല്ലോ. അപ്പോൾ ഈ ഡെഫിനിഷൻസിൽ എങ്ങനെ മാറ്റം വരുത്താം? ഒരു രാജ്യത്തിനകത്ത് അല്ലെങ്കിൽ രാജ്യത്തിനകത്ത് ആഭ്യന്തരമായിട്ട് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യം. എന്താണ് വ്യത്യാസം? ഇത് ഒരു രാജ്യത്തെന്ന് മാത്രമേ ദേശീയ വരുമാനത്തിൽ പറഞ്ഞിട്ടുള്ളൂ. എന്നാൽ GDP-യിൽ പ്രത്യേകിച്ച് തന്നെ എന്തെന്ന് പറഞ്ഞിട്ടുണ്ട്? ആഭ്യന്തര അതിർത്തി. ആഭ്യന്തര അതിർത്തി എന്ന് വെച്ചാൽ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന എന്താണ്? ഒരു രാജ്യത്തിനകത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യം. ഇതും പണമൂല്യത്തിൽ തന്നെയാണ് കണക്കാക്കുന്നത്. അതുപോലെ തന്നെ ഒരു വർഷം തന്നെയാണ് കണക്കാക്കുന്നത്. അന്തിമ സാധനങ്ങളും സേവനങ്ങളും തന്നെയായിരിക്കും. പക്ഷെ എന്താണ് വ്യത്യാസം വന്നിട്ടുള്ളതെന്ന് ചോദിച്ചാൽ ഇത് ആഭ്യന്തര അതിർത്തിക്കകത്താണ്, ഒരു രാജ്യത്തിനുള്ളിൽ കണക്കാക്കുന്നതാണ് GDP. എന്നാൽ നാഷണൽ ഇൻകം പറയുമ്പോൾ ഒരു രാജ്യം മൊത്തത്തിൽ പറയണതാണ് നാഷണൽ ഇൻകം. പക്ഷെ GDP ആണെങ്കിൽ ഒരു രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യമാണ്. ഇതൊന്ന് നോട്ട് ചെയ്യുക. ഇത് നമ്മൾ ഒരിക്കലും മറക്കരുത്. GDP എന്ന ടേം പറയുമ്പോൾ തന്നെ നമ്മൾ മനസ്സിൽ ചിന്തിച്ചോണം രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന സാധന സേവനങ്ങളെയാണ് ഉദ്ദേശിക്കുന്നതെന്നും നാഷണൽ ഇൻകം പറയുമ്പോൾ രാജ്യം മൊത്തത്തിൽ ഉൽപ്പാദിപ്പിക്കുന്നതെന്നാണ് പറയുന്നത്. ഇനി നമുക്ക് അടുത്ത് NNP ഒക്കെ നോക്കുമ്പോൾ ഇതിൽ കുറച്ച് വ്യത്യാസം വരും. അതുകൊണ്ട് ഈ GDP എന്ന ടേം ഓർത്ത് വയ്ക്കുക. GDP-യുടെ ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് അഥവാ മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം. ഒരു രാജ്യത്തിന്റെ ആഭ്യന്തര അതിർത്തിയിൽ ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളുടെ ആകെ പണമൂല്യമാണ് GDP എന്ന് പറയുന്നതും ഓർത്തു വയ്ക്കുക. ഇനി അടുത്ത് നോക്കുന്ന ടേമാണ് GNP. GDP നമ്മൾ നോക്കിക്കഴിഞ്ഞു. GDP എന്താണെന്ന് പഠിച്ചു. അടുത്ത് നോക്കുന്ന ടേമാണ് GNP. GNP എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ GDP എന്താണ്? ഫുൾ ഫോം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ്. അതുപോലെ തന്നെ GNP വരുമ്പോൾ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്. ഇതിന്റെ മലയാളം നമ്മൾ പറഞ്ഞ ഗ്രോസ് എന്ന് പറയുമ്പോൾ മൊത്തത്തിലുള്ളത്. അപ്പം മൊത്ത. നാഷണൽ എന്ന് പറയുമ്പോൾ എന്താണ്? മൊത്ത ദേശീയ. നമുക്ക് നേരത്തെ ഡൊമസ്റ്റിക് ആകുമ്പോൾ ആഭ്യന്തരം,
നാഷണൽ ആകുമ്പോൾ ദേശീയ. അപ്പൊ മൊത്ത ദേശീയ ഉൽപ്പന്നം. മലയാളം ടേം കൂടെ പഠിച്ചു വെക്കുക. ഡിഗ്രി ലെവലൊക്കെ ആണെങ്കിൽ ഇംഗ്ലീഷിനും കൂടെ ടേം കാണും. എന്നാൽ മലയാളത്തിൽ ക്വസ്റ്റ്യൻ പേപ്പർ ഒക്കെ ഉണ്ടെങ്കിൽ അത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് തന്നെ ചോദിക്കുക. അതുകൊണ്ട് അത് നോക്കി വെക്കുക. GNP എന്ന് വെച്ചാൽ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് അഥവാ മൊത്ത ദേശീയ ഉൽപ്പന്നം. അപ്പോഴേക്കും ഓർത്തു വെക്കുക, മൊത്ത ആഭ്യന്തര ഉൽപ്പന്നം എന്ന് വെച്ചാൽ എന്തായിരുന്നു? ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു വർഷത്തെ ആകെ പണമൂല്യം. അതുപോലെ തന്നെ മൊത്ത ദേശീയ ഉൽപ്പന്നം GNP എന്ന് വെച്ചാൽ എന്തായിരിക്കും? ഒരു രാജ്യത്ത്, ഞാൻ പറഞ്ഞു നേരത്തെ ആ ഡെഫിനിഷൻ മറക്കരുത്. ആ ഡെഫിനിഷനിൽ നിന്നാണ് നമ്മൾ ബാക്കി എല്ലാം വരുന്നത്. അപ്പം ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ്, നാഷണൽ പറയുമ്പോൾ ദേശീയ തലത്തിൽ എന്ന് പറയുമ്പോൾ ഒരു രാജ്യം മൊത്തത്തിൽ, ആഭ്യന്തര അതിർത്തിയല്ല, രാജ്യം മൊത്തത്തിൽ. അപ്പൊ ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന ആകെ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അന്തിമ തലത്തിലുള്ള ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് GNP. എന്താണ്? ഒന്നും കൂടെ പറയൂ. ഒരു രാജ്യത്ത് ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ആകെ പണമൂല്യമാണ് GNP. ഇപ്പൊ നിങ്ങൾക്ക് തോന്നിയേക്കാം ഈ ഡെഫിനിഷൻ ഞാൻ വേറെ എവിടെ കേട്ടിട്ടുണ്ടല്ലോ എന്ന്. എന്നാൽ അത് ഓർക്കുക, ഏത് ഡെഫിനിഷൻ നമ്മൾ പഠിച്ചത്? നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷനും ഈ GNPയുടെ ഡെഫിനിഷനും ഏകദേശം ഒരേപോലെയല്ലേ? ഒരുപോലെയാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാൻ പറ്റും? നാഷണൽ ഇൻകവും GNPയും ഏകദേശം തുല്യമാണെന്ന് പറയാൻ പറ്റും. എന്താണ്? നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനിഷൻ ചോദിച്ചാലും ഒരു രാജ്യത്ത് ഒരു വർഷം തന്നെ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനം. ഇതും അങ്ങനെ തന്നെയാണ്. GNP ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനം, ഒരു വർഷം ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങൾ. ദേശീയം പറഞ്ഞുകൊണ്ട് രാജ്യത്തിനകത്ത് ഉൽപ്പാദിപ്പിക്കുന്ന, ഒരു രാജ്യത്ത് ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധന സേവനങ്ങളാണ് GNP. ആഭ്യന്തരം മാത്രം മാറ്റമുള്ളൂ. GDP വരുമ്പോൾ മാത്രമാണ് രാജ്യത്തിനകത്താവുന്ന, ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ആവുന്നത്. അപ്പോൾ ഈ GNPയുടെ ഇക്വേഷനിൽ നമുക്ക് ഓർത്തു വയ്ക്കാം, നാഷണൽ ഇൻകത്തിന്റെ ഡെഫിനേഷനും GNPയുടെ ഡെഫിനേഷനും തുല്യമാണ്. അപ്പൊ എന്തായിരിക്കും? നാഷണൽ ഇൻകത്തിന്റെ വിലയും GNPയുടെ വിലയും ഏകദേശം തുല്യമാണ് എന്ന് നമുക്ക് കണക്കാക്കാൻ പറ്റും. അപ്പൊ എന്ത് കാണാം? GNP കണ്ടാൽ ഏകദേശ വില നാഷണൽ ഇൻകത്തിൻ്റെത് കാണാം. ദേശീയ വരുമാനത്തിന്റെ വില കാണണമെങ്കിൽ എന്ത് കണ്ടാ മതി? GNP കണ്ടാ മതി. എന്നാൽ അപ്രോക്സിമേറ്റ് വാല്യൂ കിട്ടത്തില്ല. എങ്കിലും നമുക്ക് എന്ത് പറയാൻ പറ്റും? GNPയുടെ ഏകദേശ വില തന്നെയായിരിക്കും ഏതിന്റെ വിലയായിട്ട് വരുന്നത്? ദേശീയ വരുമാനം എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് എന്തെന്ന് പറയാം? ഈ നാഷണൽ ഇൻകവും GNPയും ഏകദേശം തുല്യമാണെന്ന് പറയാം. അപ്പൊ എങ്ങനെ എഴുതാൻ പറ്റും? നാഷണൽ ഇൻകം ഈക്വൽ ടു GNP. നാഷണൽ ഇൻകവും GNPയുടെ വില ഏകദേശം തുല്യമാണ്. ഇനി നമ്മൾ ഓരോ ഇക്വേഷനായിട്ട് പഠിക്കണം. ഓർത്ത് വയ്ക്കുക. ആദ്യത്തെ ഇക്വേഷനായിട്ട് പോവുകയാണ്. GNP കാണുന്നത് എങ്ങനെ? GNP എങ്ങനെ കാണാം എന്നാണ് നോക്കുന്നത്. അപ്പോൾ GNP എങ്ങനെയാണെന്ന് നോക്കിയാണ്. GNP കാണുന്ന ഇക്വേഷൻ ചോദിച്ചാൽ അത് GDP പ്ലസ് NFIA. GDP പ്ലസ് NFIA. ഞാൻ ഇതിന്റെ ടേംസ് പറഞ്ഞു തരാം. GNP കാണാനുള്ള ഇക്വേഷനാണ് GDP പ്ലസ് NFIA. ഓർത്ത് വയ്ക്കുക, നമ്മൾ നേരത്തെ പഠിച്ചു GDP എന്താണ്? ആഭ്യന്തര അതിർത്തിക്കുള്ളിൽ ഉൽപ്പാദിപ്പിക്കുന്ന അന്തിമ സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒരു വർഷത്തെ ആകെ പണമൂല്യമാണ് GDP. അപ്പം ഒരു രാജ്യത്തിനകത്തുള്ള സേവനങ്ങളുടെ പണമൂല്യം അല്ലെങ്കിൽ സാധനങ്ങളുടെ പണമൂല്യം കിട്ടിക്കഴിഞ്ഞു. എന്നാൽ GNP എന്ന് വെച്ചാൽ രാജ്യം മൊത്തത്തിൽ കിട്ടണം. അപ്പൊ എന്ത് ചെയ്യണം? അകത്തുള്ളത് കിട്ടി, ഇനി എന്ത് ചെയ്യണം? പുറത്തുനിന്നുള്ളതും കൂടെ കിട്ടണം. രണ്ടും കൂടെ ടോട്ടൽ ആയാലേ GNP ആകത്തുള്ളൂ. അതാണ് ഇനി പറയാൻ പോകുന്നത്. അപ്പോൾ GDP നമുക്ക് കിട്ടിക്കഴിഞ്ഞു. GDPയുടെ കൂടെ തന്നെ NFIA എന്നൊരു ടേം വരുന്നുണ്ട്. ഈ NFIA എന്ന് വെച്ചാൽ എന്താണ്? വിദേശത്തു നിന്നുള്ള അറ്റ വരുമാനത്തെയാണ് NFIA എന്ന് പറയുന്നത്. എന്താണ്? നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. അതാണ് NFIയുടെ ഫുൾ ഫോം. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് വെച്ചാൽ എന്താണ്? വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനത്തെയാണ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്ന് പറയുന്നത്. നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ് എന്താണ്? വിദേശം. വിദേശത്തു നിന്ന് ലഭിക്കുന്ന അറ്റ ഘടക വരുമാനമാണ് NFIA. ഇനി അതിന്റെ ടേം എന്താണ്? ഈ അറ്റ ഘടക വരുമാനം വിദേശത്ത് നിന്ന് ലഭിക്കുന്നതെന്നാണ് പറഞ്ഞത്. നമ്മുടെ രാജ്യത്ത് നിന്ന് ഒരുപാട് ആൾക്കാർ വിദേശത്ത് പോയി ജോലി ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ വിദേശത്ത് നിന്നും നമ്മുടെ രാജ്യത്തിലേക്ക് ഒരുപാട് ആൾക്കാർ ജോലി ചെയ്യാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ
ഇവിടെ നിന്ന് ആ വിദേശികൾ ഇവിടെ നിന്ന് ജോലി ചെയ്യുന്ന വ്യക്തികൾ അയക്കുന്ന വരുമാനവും അതുപോലെ തന്നെ അവിടെ നിന്ന് മറ്റു രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ ഇന്ത്യയിലോട്ട് അയക്കുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസമാണ് NFIA എന്ന് പറയുന്നത്. അതായത് ഇന്ത്യയിൽ നിന്നും വിദേശികൾ അവരുടെ നാട്ടിലേക്ക് അയക്കുന്ന വരുമാനവും അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് ഇന്ത്യക്കാർ ഇന്ത്യയിലേക്ക് അയക്കുന്ന വരുമാനവും തമ്മിലുള്ള വ്യത്യാസത്തെയാണ് NFIA എന്ന് പറയുന്നത്. അങ്ങനെയുള്ള ആ വ്യത്യാസവും GDPയും കൂടെ ചേർന്നാണ് എന്ത് കണക്കാക്കുന്നത്? GNP കണക്കാക്കുന്നത്. ഇത് ബേസ് ഇക്വേഷൻ ആണ്, ഓർത്ത് വയ്ക്കുക. GNP അഥവാ ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് കാണണമെങ്കിൽ എങ്ങനെ പറയണം? GDPയുടെ കൂടെ വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂട്ടുക. മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിനോട് എന്ത് ചെയ്യണം? മൊത്ത ആഭ്യന്തര ഉൽപ്പന്നത്തിനോട് വിദേശത്തു നിന്നുള്ള അറ്റ ഘടക വരുമാനം കൂടെ കൂട്ടിയാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? മൊത്ത ദേശീയ ഉൽപ്പന്നം കിട്ടും. അത് മൊത്ത ദേശീയ ഉൽപ്പന്നം എന്ന് പറയുന്നത് GDPക്ക് തുല്യമായിട്ടാണ് കണക്കാക്കപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ GDP plus NFIA ആണ് GNP എന്ന് പറയുന്നത്.